ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഡിസംബർ 21, 1936. ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ സമയവും റേഡിയോയുടെ ശബ്ദത്താൽ എനിക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്നു. രാവിലെ നിർത്താതുള്ള സംഭാഷണങ്ങളും സ്വരവും. എൻ്റെ ദൈവമേ, ഏകാന്തതയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയോട് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ സന്തോഷപ്രദമാണ്. എന്നാൽ ഇവിടെയെല്ലാം നേരെ വിപരീതമാണ്. എങ്കിലും റേഡിയോയ്ക്കോ സംസാരത്തിനോ ഒന്നിനും എന്നെ ശല്യപ്പെടുത്താൻ കഴിയുകയില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒന്നിനും. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എവിടെയാണെന്ന് പോലും ഞാൻ അറിയുന്നില്ല. എൻ്റെ ആത്മാവ് ദൈവവുമായി ഐക്യത്തിലാണെന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ആശുപത്രിയിൽ അങ്ങനെ ഞാൻ എൻ്റെ ദിവസങ്ങൾ ചെലവഴിക്കുന്നു. വളരെയധികം സഹനങ്ങളും എളിമപ്പെടുത്തലുകളും ആ വൈദികൻ ഫാദർ സപ്പോച്കോ ഇക്കാര്യത്തിനു വേണ്ടി ദൈവകരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ അഭിമുഖീകരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അമ്പരന്നു പോയി. ചില സന്ദർഭങ്ങളിൽ ഞാനിത് കാണാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ അയോഗ്യമായ പ്രാർത്ഥനകൾ വഴി അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയിരുന്നു. ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആത്മധൈര്യം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം പാടെ ഉപേക്ഷിക്കുമായിരുന്നു. എന്നാൽ ആ കഷ്ടപ്പാടുകളെല്ലാം ദൈവത്തിന് ഉപരിമഹത്വം പ്രദാനം ചെയ്യുന്നതായി ഞാൻ കണ്ടു. ദൈവത്തിന് ഇതുപോലുള്ള വളരെ കുറച്ച് ആത്മാക്കളേയുള്ളൂ. ഓ അനന്ത നിത്യതയെ, അവരുടെ വീരോചിതമായ പരിശ്രമങ്ങളെല്ലാം അങ്ങ് വെളിപ്പെടുത്തും. കാരണം ലോകം അവർക്ക് നൽകുന്ന പ്രതിഫലം വിദ്വേഷവും നന്ദിഹീനതയുമാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുകയില്ല. അവർ ഏകരായിരിക്കും. ആ ഏകാന്തതയിലാണ് അവർ ശക്തി പ്രാപിക്കുന്നത്. അവർ ദൈവത്തിൽ നിന്ന് മാത്രമാണ് ശക്തി സംഭരിക്കുന്നത്. അവർക്ക് നേരെ ആഞ്ഞടിക്കുന്ന എല്ലാ കൊടുങ്കാറ്റുകളെയും അവർ എളിമയോടെ എന്നാൽ ധീരതയോടെ നേരിടും. ഉയർന്നു നിൽക്കുന്ന ഓക്കുമരം പോലെ അവർ അചഞ്ചലരായിരിക്കും. ഇതിൻ്റെ രഹസ്യം ഒന്ന് മാത്രമാണ്. അവർക്കും മറ്റുള്ളവർക്കും ആവശ്യമായിട്ടുള്ളതെല്ലാം, എല്ലാ ശക്തിയും അവർ സംഭരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അവർ സ്വന്തം ഭാരം വഹിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ഭാരങ്ങൾ എങ്ങനെ വഹിക്കണമെന്നറിയുകയും മാത്രമല്ല, മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കാൻ പ്രാപ്തരാവുകയും ചെയ്യുന്നു. ദൈവത്തിലേക്കുള്ള പാതയിൽ അവർ പ്രകാശസ്തംഭങ്ങളാണ്. അവർ തന്നെ പ്രകാശത്തിൽ ചരിക്കുകയും മറ്റുള്ളവരിലേക്ക് പ്രകാശം ചൊരിയുകയും ചെയ്യുന്നു. അവർ ഉന്നതങ്ങളിൽ വ്യാപരിക്കുന്നു. അതോടൊപ്പം താഴ്വരകളിൽ ജീവിക്കുന്നവർക്ക് ഉന്നതങ്ങളിലേക്കുള്ള പാത കാണിച്ചു കൊടുക്കുകയും ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഈശോയെ, നന്നായിട്ട് എഴുതാൻ എനിക്കറിയില്ല. മാത്രമല്ല എഴുതുവാൻ എനിക്കൊരു നല്ല പേനയുമില്ല. പലയിടത്തും തിരുത്തലുകൾ വന്നതിനാൽ അക്ഷരങ്ങൾ ഓരോന്നായി കൂട്ടി യോജിപ്പിച്ചാണ് വാക്കുകൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തീർന്നില്ല. ഞാൻ എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ച് രഹസ്യം പാലിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിനായി ഇടയ്ക്കിടയ്ക്ക് പുസ്തകം അടച്ചുവച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കേണ്ടതായി വരും. അതിനുള്ളിൽ എഴുതാൻ ലഭിക്കുന്ന സമയവും തീരും. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പുസ്തകം അടയ്ക്കുന്നതിനാൽ മഷി പരന്ന് വൃത്തികേടാകുന്നു. എൻ്റെ കുമ്പസാരക്കാരൻ്റെ നിർദ്ദേശാനുസരണം മദറിൻ്റെ അനുവാദത്തോടെയാണ് ഞാൻ എഴുതുന്നത്. വിചിത്രമെന്ന് പറയട്ടെ, ചില സന്ദർഭങ്ങളിൽ ഭംഗിയായി എഴുതുവാൻ സാധിക്കും. മറ്റവസരങ്ങളിൽ എനിക്ക് തന്നെ വായിക്കുവാൻ വിഷമമാണ്. ഡിസംബർ 23. ഈ സമയം ഞാൻ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് ഈശോനാഥൻ്റെ മഹത്വപൂർണ്ണമായ വരവിനായി എന്നെ തന്നെ ഒരുക്കുകയാണ്. ഈശോയോട് കൂടിയുള്ള പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയുള്ള ആന്തരിക ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പരിശുദ്ധ അമ്മ എന്നെ പരിശീലിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരണം എന്ന ദൈവീക രഹസ്യത്തിൻ്റെ ഫലദായകത്വത്തെക്കുറിച്ച് നിത്യതയിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാനാവൂ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യ നിമിഷങ്ങളാണവ. ഓ എൻ്റെ സൃഷ്ടാവായ ദൈവമേ, ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ സ്വന്തമായ ദൈവമേ, അങ്ങെന്നെ മനസ്സിലാക്കുന്നു. ലോകത്തിലുള്ളതെല്ലാം എനിക്ക് മങ്ങിയ നിഴലുകളാണ്. അങ്ങയെ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും. അദർശനായി അങ്ങ് വളരെയധികം കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നു. പ്രത്യേകമാം വിധം അങ്ങ് തന്നെ എന്നെ സന്ദർശിക്കുന്നു. എന്നാൽ ആ സന്ദർശനങ്ങൾക്കൊന്നും എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ല. മറിച്ച് ദൈവമേ, അങ്ങേയ്ക്കായുള്ള ദാഹം ഒന്നിനൊന്ന് കൂടി വരുന്നു. അങ്ങയുടെ തിരുഹിതപ്രകാരമാണെങ്കിൽ എന്നെ അങ്ങിലേക്ക് എടുക്കണമേ. ഞാൻ ആണെന്ന് അങ്ങേക്കറിയാമല്ലോ. അതെ, അങ്ങേയ്ക്കായുള്ള അഭിലാഷത്താൽ ഞാൻ മരിക്കുകയാണ്. എന്നാൽ എനിക്ക് മരിക്കാൻ സാധിക്കുന്നില്ല. മരണമേ, നീ എവിടെയാണ്? അങ്ങയുടെ ദൈവീക തത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ വലിച്ചടിപ്പിച്ചിട്ട് അങ്ങ് ഇരുട്ടിൻ്റെ മറ പിടിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും അങ്ങിൽ ആമഗ്നയാണ്. എങ്കിലും അങ്ങയെ മുഖാഭിമുഖം കാണുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എനിക്കതെന്നാണ് സാക്ഷാത്കൃതമാവുക?
ഇന്ന് സഹോദരി ക്രിസ്റ്റോസോം എന്നെ സന്ദർശിക്കാൻ വന്നു. ചെറുനാരങ്ങായും ആപ്പിളും ചെറിയൊരു ക്രിസ്മസ് ട്രീയും സിസ്റ്റർ എനിക്കായി കൊണ്ടുവന്നു. അവ എന്നെ സന്തോഷിപ്പിച്ചു. സിസ്റ്റർ ക്രിസ്റ്റോസോം വഴി മദർ സുപ്പീരിയർ ഡോക്ടറിനോട് ക്രിസ്തുമസിന് എന്നെ ഭവനത്തിൽ കൊണ്ടുപോകുവാനായി അനുവാദം ചോദിച്ചു. ഡോക്ടർ സന്തോഷത്തോടെ സമ്മതിച്ചു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ ആനന്ദാശ്രുക്കളൊഴുക്കി. ഞാൻ വളരെയധികം ക്ഷീണിച്ച് ആകെ മാറിപ്പോയി എന്ന് കണ്ട് സിസ്റ്റർ ക്രിസ്റ്റോസം അത്ഭുതപ്പെട്ട് എന്നോട് പറഞ്ഞു, മകളെ ഫൗസ്റ്റീന, നീ ഇങ്ങനെ പോയാൽ മരിച്ചു പോകും എന്ന് നിനക്കറിയാമോ? സഹോദരി വളരെയധികം സഹിക്കുന്നുണ്ട്. മറ്റു ദിവസങ്ങളേക്കാൾ കൂടുതലായി ആ ദിവസം സഹിക്കുന്നുണ്ടെന്ന് ഞാൻ മറുപടി നൽകി. എന്നാൽ ഇതൊന്നുമല്ല, ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഇത് കൂടുതലൊന്നുമല്ല. ദയാപരനായ ഈശോയെ, എനിക്ക് പാപികളുടെ ആത്മാക്കളെ തരണമേ. ഡിസംബർ 24. ഇന്ന് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ദൈവത്തോടും അവിടുത്തെ അമലോത്ഭവ മാതാവിനോടും ഞാൻ പ്രത്യേകം അമിതം ഐക്യപ്പെട്ടു. അമലോത്ഭവ കന്യകയുടെ എളിമയും സ്നേഹവും എൻ്റെ ആത്മാവിനെ പുലുകി. അമലോത്ഭവയായ ദൈവമാതാവിനെ കൂടുതൽ അനുകരിക്കുന്നത് വഴി ഞാൻ ദൈവത്തെ ആഴത്തിൽ അനുഭവിക്കുവാൻ തുടങ്ങി. എന്തൊരളവറ്റ സ്നേഹമാണ് എൻ്റെ ആത്മാവിനെ ഗ്രസിക്കുന്നത്. ഈശോയെ, എങ്ങനെയാണ് ഇനിയും ഈ വിപ്രവാസത്തിൽ എന്നെ ഉപേക്ഷിക്കാൻ അങ്ങേക്ക് സാധിക്കുന്നത്? അങ്ങയോടുള്ള അഭിലാഷത്താൽ ഞാൻ മരിക്കുകയാണ്. അങ്ങയുടെ ഓരോ സ്പർശവും എൻ്റെ ആത്മാവിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. സ്നേഹവും സഹനവും ഒരുമിച്ച് പോകുന്നു. എങ്കിലും എത്ര വലിയ നിധിക്ക് വേണ്ടിയും അങ്ങേക്കായുള്ള ഈ പീഡ വച്ചു മാറുകയില്ല. എന്തെന്നാൽ അപ്രാപ്യമായ ആനന്ദത്തിൻ്റെ പീഡയാണിത്. എൻ്റെ ആത്മാവിൻ്റെ മുറിവുകൾ സ്നേഹകരങ്ങളാൽ നൽകിയവയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരു സഹോദരി വന്ന് വിശുദ്ധ ദിവസങ്ങൾ ചെലവഴിക്കാൻ എന്നെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. സമൂഹത്തിൽ തിരിച്ചെത്തിയതിനാൽ ഞാൻ സന്തോഷിച്ചു. ഞങ്ങൾ നഗരത്തിൽ ക്രാക്കോവ് കൂടി യാത്ര ചെയ്തപ്പോൾ അത് ബെത്ലഹേമാണെന്ന് ഞാൻ ഭാവന ചെയ്തു. ജനങ്ങളെല്ലാം ധൃതിയിൽ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ ആരാണ് ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ ഈ ദിവ്യരഹസ്യത്തെക്കുറിച്ച് നിശബ്ദതയിൽ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ ഓർത്തു. ഓ പരിശുദ്ധ കന്യകേ, അങ്ങിന്ന് യാത്ര ചെയ്യുകയാണല്ലോ. അതുപോലെ ഞാനും. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രതീകാത്മകതയുണ്ടെന്ന് എനിക്ക് തോന്നി. ഓ പ്രശോഭിതയായ കന്യകേ, നിർമ്മലമായ സ്ഫടികമേ, പൂർണ്ണമായും ദൈവത്തിലായിരിക്കുന്നവളെ, എൻ്റെ ആത്മീയ ജീവിതത്തെ അങ്ങയുടെ തൃപ്പാദത്തിങ്കിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവിടുത്തെ ദിവ്യസുതന് പ്രീതികരമാക്കി അതിനെ മാറ്റണമേ. എൻ്റെ പരിശുദ്ധ അമ്മേ, ഇന്നത്തെ പാതിര കുർബാനയുടെ സമയത്ത് ഉണ്ണിമിശിഹായെ എനിക്ക് അമ്മയിൽ നിന്ന് ലഭിക്കുന്നതിനായി ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ദൈവീക സാന്നിധ്യം ശക്തമായി ഞാൻ അനുഭവിച്ചു. ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ചലനങ്ങളൊന്നും പുറമേ കാണാതിരിക്കുവാൻ സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ പരിശ്രമിച്ചു. രാത്രി ഭക്ഷണത്തിന് മുമ്പായി എൻ്റെ ഹൃദയത്തിന് പ്രിയപ്പെട്ടവരുമായി ക്രിസ്മസ് കേക്ക് ആത്മീയമായി പങ്കുവയ്ക്കുവാനായി ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചു. ഞാൻ അവരെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി യാചിച്ചു. എന്നാൽ അതുകൊണ്ട് അവസാനിപ്പിക്കാതെ പീഡിതരെയും ആകുലരെയും വേദനിക്കുന്നവരെയും അജ്ഞാനികളെയും പ്രത്യേകമായി പാപികളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഉണ്ണീശോയെ, അവരെയെല്ലാം അവിടുത്തെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ എന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. മാധുര്യവാനായ ഉണ്ണീശോയെ, ഇതാ എൻ്റെ കൊച്ചു ഹൃദയം, ഇത് അവിടുത്തേക്ക് പ്രിയപ്പെട്ട വാസഗേഹമായിരിക്കട്ടെ. ഓ അനന്ത മഹിമ പ്രതാപവാനെ, അങ്ങ് എത്രയോ സന്തോഷവാനായി ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഇവിടെ യഹോവയുടെ ഇടിമുഴക്കങ്ങളുടെ ഭയപ്പാടില്ല. സൗമ്യനായ ഉണ്ണീശോ മാത്രം. അവിടുത്തെ മഹിമയ്ക്ക് കുറവൊന്നുമില്ലാതെ എല്ലാം മറച്ചു വച്ചിരിക്കുന്നതിനാൽ ഒരാത്മാവും അങ്ങയെ ഭയപ്പെടുന്നില്ല. അത്താഴത്തിന് ശേഷം വളരെ ക്ഷീണവും വേദനയും അനുഭവപ്പെട്ടതിനാൽ എനിക്ക് കിടക്കേണ്ടതായി വന്നു. എന്നാൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഉണ്ണീശോയുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ജാഗരണത്തിലായിരുന്നു. ഡിസംബർ 25. പാതിര കുർബാന. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ദൈവീക സാന്നിധ്യം എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. വിശുദ്ധ കുർബാന ഉയർത്തുന്നതിന് തൊട്ട് മുമ്പ് പരിശുദ്ധ ദൈവമാതാവിനെ ഉണ്ണീശോയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും കൂടി ദർശിച്ചു. പരിശുദ്ധ ദൈവമാതാവ് ഈ വാക്കുകൾ എന്നോട് പറഞ്ഞു: എൻ്റെ മകളെ ഫൗസ്റ്റീന, ഏറ്റവും പ്രിയപ്പെട്ട ഈ നിധി സ്വീകരിച്ചാലും. പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ എൻ്റെ കരങ്ങളിൽ തന്നു. ഉണ്ണിയെ എൻ്റെ കൈകളിലെടുത്തപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരാനന്ദം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ആ അനുഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ ഞാൻ പ്രാപ്തയല്ല. പെട്ടെന്ന് അസാധാരണമായൊരു കാര്യം സംഭവിച്ചു. അല്പസമയത്തിനുള്ളിൽ ഈശോ പെട്ടെന്ന് വളർന്ന് പീഡകളാൽ വിരൂപനാക്കപ്പെട്ട് നോക്കുവാൻ പോലും സാധിക്കാത്ത വിധം ദുഃഖിതനായി കാണപ്പെട്ടു.
ഉടൻ തന്നെ ദർശനം അപ്രത്യക്ഷമായി. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള സമയമായി. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ അവിടുത്തെ ശക്തമായ സാന്നിധ്യത്താൽ എൻ്റെ ആത്മാവ് വിറകൊണ്ടു. അടുത്ത ദിവസവും വിശുദ്ധ കുർബാന ഉയർത്തിയപ്പോൾ ദിവ്യുണ്ണിയെ അല്പസമയം ഞാൻ ദർശിച്ചു. തിരുനാളിൻ്റെ 2-ാം ദിവസം ഫാദർ ആൻഡ്രാഷ് ഞങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ചപ്പോഴും ഉണ്ണീശോയെ വീണ്ടും കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുംസാരിക്കുവാൻ പോയി. എന്നാൽ ദൈവകരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം ഉത്തരം നൽകിയില്ല. അദ്ദേഹം പറഞ്ഞു, സഹോദരി, സുഖം പ്രാപിച്ചു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് സംസാരിക്കാം. തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചും ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്തും നന്നായി വിശ്രമിക്കുക. പ്രായശ്ചിത്തമായി ഈശോ പഠിപ്പിച്ച കരുണക്കൊന്ത ചൊല്ലുവാൻ അദ്ദേഹം പറഞ്ഞു. കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഈ സ്വരം ഞാൻ ശ്രവിച്ചു. ഓ, ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആത്മാക്കൾക്ക് ഞാൻ എത്രയോ ഉന്നതമായ പ്രസാദപരങ്ങൾ നൽകും. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് വേണ്ടി എൻ്റെ ദയാദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും. എൻ്റെ മകളെ, ഈ വാക്കുകൾ എഴുതുക. സർവ്വലോകത്തോടും എൻ്റെ കരുണയെപ്പറ്റി പറയുക. മാനവകുലം മുഴുവനും എൻ്റെ അളവറ്റ കരുണയെ അറിയുവാൻ ഇടയാകട്ടെ. ഇത് യുഗാന്ത്യത്തിൻ്റെ അടയാളമായിരിക്കും. അതിനുശേഷം നീതിയുടെ സമയം ആഗതമാകും. കരുണയുടെ ഈ സമയത്ത് എല്ലാവരും എൻ്റെ കരുണയുടെ ഉറവയിൽ അഭയം തേടട്ടെ. അവിടെ നിന്ന് അവർക്ക് വേണ്ടി ഒഴുകിയെത്തുന്ന തിരുരക്തത്തിൽ നിന്നും തിരുജലത്തിൽ നിന്നും അവർ ഫലമെടുക്കട്ടെ. ഓ മനുഷ്യാത്മാവേ, ആ ദിവസം ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ എവിടെ മറിഞ്ഞിരിക്കും? ദൈവകരുണയുടെ ദിവ്യസ്രോതസ്സിൽ ഇപ്പോൾ തന്നെ അഭയം തേടുക. ദൈവകരുണയുടെ സ്തുതിഗീതങ്ങൾ നിത്യതയോളം ആലപിച്ച് ദൈവകരുണയെ ആരാധിക്കുന്ന വളരെ വലിയൊരു ഗണം ആത്മാക്കളെ ഞാൻ ദർശിക്കുന്നു. ഡിസംബർ 27. ഇന്ന് ഞാൻ എൻ്റെ ഏകാന്തതയിലേക്ക് തിരിച്ചെത്തി. സാനിറ്റോറിയത്തിലെ കൊച്ചുമുറി. തൻ്റെ കുഞ്ഞിനെ മാമോദിസയ്ക്കായി കൊണ്ടുവരുന്ന ഒരു പ്രത്യേക വ്യക്തിയുടെ കൂടെയുള്ള എൻ്റെ യാത്ര വളരെ ഉല്ലാസപ്രദമായിരുന്നു. പോത്ത് ഗുർസെ പള്ളി വരെ ഞങ്ങൾ അവർക്ക് യാത്രാ സൗകര്യം നൽകി. വണ്ടിയിൽ നിന്ന് താഴെയിറങ്ങുവാനായി ആ സ്ത്രീ കുഞ്ഞിനെ എൻ്റെ കരങ്ങളിൽ തന്നു. ഞാൻ അവനെ എടുത്ത് അവൻ ദൈവത്തിന് പ്രത്യേക മഹത്വം നൽകുന്നവനായി വളർന്നു വരുവാൻ ഒരു നിമിഷം തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞാത്മാവിനെ ദൈവം പ്രത്യേകം കടാക്ഷിക്കുന്നതായി എനിക്ക് ആത്മാവിൽ അനുഭവപ്പെട്ടു. പ്രാഡ്നിക്കിൽ എത്തിയപ്പോൾ ഒരു സഹോദരി ഡാമിയൻ ജോവക് സാധനങ്ങൾ വഹിക്കുവാൻ എന്നെ സഹായിച്ചു. ഞങ്ങൾ മുറിയിൽ പ്രവേശിച്ചപ്പോൾ പേപ്പറിലുണ്ടായിരുന്ന മനോഹരമായ ഒരു മാലാഖയെ ഈ കുറിപ്പോടുകൂടി കണ്ടു. പേപ്പറിലുണ്ടാക്കിയ മനോഹരമായ ഒരു മാലാഖയെ ഈ കുറിപ്പോടുകൂടി കണ്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഞാൻ ക്രിസ്മസ് ട്രീ അയച്ചു കൊടുത്ത രോഗിയായ ഒരു സഹോദരിയിൽ നിന്നാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അവധിക്കാലം കഴിഞ്ഞു. എൻ്റെ ആത്മാവിൻ്റെ അഭിലാഷം ഇപ്പോഴും മറ്റൊന്നുമല്ല. എൻ്റെ സൃഷ്ടാവായ നിത്യനായ ദൈവമേ, അങ്ങേ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഘോഷങ്ങളോ മനോജ്ഞമായ സ്തുതിഗീതങ്ങളോ എൻ്റെ ആത്മാവിന് ആശ്വാസം പകരുന്നില്ല. മറിച്ച് അവയെല്ലാം അങ്ങേക്കായുള്ള എൻ്റെ ദാഹത്തെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഓ ദൈവമേ, അങ്ങയുടെ തിരുനാമം അനുസ്മരിക്കുമ്പോൾ തന്നെ എൻ്റെ അരൂപി പൂർണ്ണമായും അങ്ങിൽ ഒന്നുചേരുന്നു. ഡിസംബർ 28. ദൈവകരുണയുടെ ഒരു നൊവേന ഞാൻ ഇന്ന് ആരംഭിച്ചു. അരൂപിയിൽ ഛായാചിത്രത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിച്ച കരുണയുടെ കൊന്ത ഞാൻ ചൊല്ലി. ആ ഛായാചിത്രം അതായിരിക്കുന്നത് പോലെ ജീവനുള്ളതായും അസംഖ്യം കറയില്ലാത്ത കുഞ്ഞാടുകൾ അതിനെ ആരാധിക്കുന്നതായും ഞാൻ ദർശിച്ചു. വലിയൊരു ജനാവലി അവിടെ വരുന്നതായും വളരെയധികം പേർ ആനന്ദനിർഭരരാകുന്നതായും ഞാൻ കണ്ടു. ഓ എൻ്റെ ഈശോയെ, എത്രയോ ഉന്നതമായ ആനന്ദത്തിലാണ് എൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നത്. നൊവേന ഞാൻ ചൊല്ലുന്നത് 2 പ്രത്യേക വ്യക്തികളുടെ നിയോഗത്തിനു വേണ്ടിയാണ്. ആർച്ച് ബിഷപ്പിന് വേണ്ടിയും ഫാദർ സൊപ്പോച്ച്കോയ്ക്ക് വേണ്ടിയും. ദൈവത്തിന് വളരെയധികം പ്രസാദജനകമായ കരുണക്കൊന്തയും കരുണയുടെ ഈശോയുടെ ഛായാചിത്രവും ആർച്ച് ബിഷപ്പ് അംഗീകരിക്കണം. അങ്ങനെ ദൈവകരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുകയോ അതിന് താമസം നേരിടുകയോ ചെയ്യാതിരിക്കുക. ഇന്ന് ഒരു മിന്നൽ പിണർ പോലെ ദൈവത്തിൻ്റെ സ്നേഹ കടാക്ഷം എന്നിലൂടെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ എൻ്റെ ആത്മാവിനെ ഏറ്റവും നിസ്സാരമായ കുറവുകൾ പോലും ഞാൻ കണ്ടു. എൻ്റെ ദുരവസ്ഥയുടെ ആഴം മനസ്സിലാക്കിയപ്പോൾ ഞാൻ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. വലിയ ശരണത്തോടെ ദൈവത്തിൻ്റെ അളവറ്റ കരുണയിൽ ഞാൻ ആമഗ്നയായി. ഈ അറിവ് എന്നെ നിരാശപ്പെടുത്തുകയോ ദൈവത്തിൽ നിന്ന് അകറ്റുകയോ ചെയ്തില്ല. മറിച്ച് ഇതെൻ്റെ ആത്മാവിൽ വലിയ ശരണവും സ്നേഹവും
അങ്കുരിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ ഹൃദയത്തിൻ്റെ അനുതാപം സ്നേഹവുമായി ഒന്നുചേർന്ന് ദൈവത്തിൽ നിന്നുള്ള ഈ അതിസ്വാഭാവിക പ്രകാശവീചികൾ എൻ്റെ ആത്മാവിന് ജ്ഞാനം പകർന്നു. ദൈവത്തിൻ്റെ മാധുര്യമുള്ള പ്രകാശവീചികളെ, എൻ്റെ ഹൃദയാഗാധതയിലെ ഏറ്റവും ചെറിയ രഹസ്യങ്ങളെപ്പോലും പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞാൻ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ഏറ്റവും പരമമായ പരിശുദ്ധിയിൽ എത്തിച്ചേരട്ടെ. ഇന്ന് സായാഹ്നത്തിൽ ഒരു വലിയ അഭിലാഷം എൻ്റെ ആത്മാവിനെ ഗ്രസിച്ചു. കരുണയുടെ ഈശോയുടെ ഛായാചിത്രത്തോടു കൂടിയ ലഘുലേഖ എടുത്ത് നെഞ്ചോടമർത്തി ഈ വാക്കുകൾ ഉരുവിട്ടു. ഈശോയെ, നിത്യസ്നേഹമേ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മരിക്കുന്നത്. നിന്നോട് ഗാഢമായി ഐക്യപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഈശോ വളരെ തേജസ്വിയായി കാണപ്പെട്ടു. വളരെ മസൃണമായി എന്നെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകളെ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ സ്വർഗരാജ്യം സ്ഥാപിച്ചത്. അതിനുശേഷം ഈശോ എന്നെ മാറോടണച്ചുകൊണ്ട് അരുളി ചെയ്തു, എൻ്റെ മകളെ, വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഇപ്പോൾ സമാധാനമായിരിക്കുക. ഞാൻ തനിച്ചായപ്പോൾ കർത്താവ് മതി എന്ന് പറയുന്ന നിമിഷം വരെ സഹിക്കുവാനുള്ള ആഗ്രഹം എന്നിൽ ജ്വലിച്ചുയർന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കണമെന്നാണെങ്കിൽ അത് ഒരു നിമിഷം മാത്രമായി ദൈവീക പ്രകാശത്താൽ എനിക്ക് അനുഭവപ്പെടും. ആത്മാക്കൾ പൂർത്തിയാക്കാത്ത ചിന്താശകലങ്ങൾ. ഡിസംബർ 29. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശബ്ദം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു. എൻ്റെ മകളെ, ഒരുങ്ങിയിരിക്കുക. അപ്രതീക്ഷിതമായ സമയത്ത് ഞാൻ വരും. ഈശോയെ, ഞാൻ ഇത്രയും ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ആ മണിക്കൂർ ഏതാണെന്ന് അങ്ങ് പറയുവാൻ ആഗ്രഹിക്കുന്നില്ലേ? എൻ്റെ മകളെ, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് വെളിപ്പെടുത്താത്തത് എന്ന് നീ മനസ്സിലാക്കും. എന്നാൽ ഇപ്പോൾ അല്ല, ജാഗരൂകയായിരിക്കുക. ഓ ഈശോയെ, അങ്ങയുടെ ഇഷ്ടം പോലെ എന്തും എന്നോട് ചെയ്തു കൊള്ളുക. അങ്ങാണ് എൻ്റെ കരുണാസമ്പന്നനായ രക്ഷകൻ. എൻ്റെ മരണനേരത്തിലും അങ്ങ് വിശ്വസ്തനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് തന്നെ അങ്ങ് എന്നോട് പ്രത്യേക സ്നേഹവാത്സല്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു. എത്രയോ വലിയ ദയാവായ്പോടെയാണ് എന്നോട് വളരെ വ്യക്തിപരമായി ആത്മൈക്യത്തിനായി അങ്ങ് ഇറങ്ങി വരുന്നത്. എൻ്റെ മരണനേരത്ത് ഇതിലും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങ് ഒരിക്കലും മാറാത്ത എൻ്റെ ദൈവമായ കർത്താവാണ്. അങ്ങ് എപ്പോഴും ഒരുപോലെയാണ്. സ്വർഗത്തിന് മാറ്റം വരാം, അതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനും വ്യത്യാസം വരും. എന്നാൽ കർത്താവെ, അങ്ങ് എപ്പോഴും ഒന്ന് തന്നെയാണ്. എപ്പോഴും എന്നേക്കും അങ്ങനെ തന്നെയായിരിക്കും. അതിനാൽ അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് ആഗ്രഹിക്കുന്ന സമയത്ത് വന്നാലും. അനന്ത കരുണാമയനായ പിതാവേ, അങ്ങയുടെ പ്രിയ മകളായ ഞാൻ അങ്ങയുടെ വരവിനായി കൊതിച്ചു കാത്തിരിക്കുന്നു. ഓ ഈശോയെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ വിധിക്കും. ഈശോയെ, അത് അങ്ങനെ തന്നെയായിരിക്കട്ടെ. ഞാൻ എപ്പോഴും അങ്ങയുടെ അനന്ത കരുണയെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അതിനാൽ അങ്ങയുടെ അത്യഗാധമായ കരുണയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും എന്നെ വിധിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു. 1936 ഡിസംബർ 30. ഈ വർഷം അവസാനിക്കുവാൻ പോകുന്നു. ഇന്ന് മാസധ്യാന ദിവസമായി ഞാൻ ആചരിച്ചു. ഈ വർഷം മുഴുവൻ ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്നതിൽ എൻ്റെ ആത്മാവ് വ്യാപൃതമായി. അളവറ്റ ദൈവസ്നേഹ അനുഗ്രഹങ്ങളുടെ മുമ്പിൽ എൻ്റെ ആത്മാവ് വിറകൊണ്ടു. ദൈവത്തിന് നന്ദിയുടെ ഒരു സ്തോത്രഗീതം എൻ്റെ ആത്മാവിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും എൻ്റെ നിസ്സാരങ്ങളായ കുറവുകളെക്കുറിച്ചും ധ്യാനിച്ചുകൊണ്ട് ഞാൻ അഗാധമായ ആരാധനയിലും നന്ദി പ്രകാശനത്തിലും മുഴുകി. ഈ വർഷം എന്തായിരുന്നുവോ അത് നിത്യതയുടെ ആഴങ്ങളിലേക്ക് കടന്നുപോയി. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും നഷ്ടപ്പെടാത്തതിൽ ഞാൻ ആനന്ദിക്കുന്നു. ഡിസംബർ 30. ഒരു ദിവസത്തെ ധ്യാനം. രാവിലത്തെ ധ്യാന സമയത്ത് എല്ലാ സൃഷ്ടവസ്തുക്കളോടും അകൽച്ചയും താല്പര്യക്കുറവും എനിക്ക് അനുഭവപ്പെട്ടു. എല്ലാം നശ്വരമാണെന്ന് ഞാൻ കാണുന്നതിനാൽ എൻ്റെ അരൂപി എല്ലാറ്റിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. എൻ്റെ ഏകാഭിലാഷം ദൈവം മാത്രമാണ്. അവിടത്തേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു രക്തസാക്ഷിത്വമാണിത്. വളരെ സ്നേഹത്തോടുകൂടി ദൈവം തന്നെ ആത്മാവിന് നൽകുന്നു. തൻ്റെ ദൈവീകതയുടെ അത്യഗാധങ്ങളിലേക്ക് അതിനെ വലിച്ചടുപ്പിക്കുന്നു. എന്നാൽ അതേസമയം തനിക്ക് വേണ്ടിയുള്ള അഭിലാഷത്താൽ പീഡിതയാകാനും മരണതുല്യം ദാഹിച്ച് കാത്തിരിക്കുവാനുമായി അതിനെ ഈ ലോകത്തിൽ തന്നെ തുടരുവാൻ അനുവദിക്കുന്നു. ഈ ശക്തിമത്തായ സ്നേഹം അതീവ പരിശുദ്ധമാണ്. കാരണം ദൈവം മാത്രമാണ് ഇതിൽ ആനന്ദം കണ്ടെത്തുന്നത്. ഇവിടെ സ്വയം സ്നേഹത്തിന് യാതൊരു സ്ഥാനവുമില്ല. കാരണം എല്ലാം പൂർണ്ണമായും കയ്പ് നിറഞ്ഞതാണ്.
അതിനാൽ തീർത്തും നിർമ്മലവുമാണ്. ജീവിതം തുടർച്ചയായി വേദനാജനകവും ഭീതിജനകവുമായ ഒരു മരണമാണ്. എന്നാൽ അതേസമയം യഥാർത്ഥമായ ഒരു ജീവിതത്തിൻ്റെ പൂർണ്ണതയും ആത്മാവിന് അപ്രാപ്യമായ ആനന്ദവും ശക്തിയും പ്രദാനം ചെയ്യുന്നതുമാണ്. ഇതുവഴി വളരെ ഉന്നതമായ കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ആത്മാവ് പ്രാപ്തമാകുന്നു. സായാഹ്നത്തിൽ കുറേ മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. എൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും മദർ ജനറലിനും സഭ മുഴുവനും ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കും ഞാൻ പ്രത്യേകം കടപ്പെട്ടിട്ടുള്ള 3 വൈദികർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളിലേക്കും ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിൻ്റെ അളവറ്റ കരുണയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയും അവരുടെ ഓരോ പാപത്തിനും ഞാൻ മാപ്പപേക്ഷിക്കുകയും ചെയ്തു. സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ കാണപ്പെട്ട് വളരെ മാധുര്യത്തോടെ അവഗാഢമായി എൻ്റെ ആത്മാവിനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകളെ ക്ഷമാപൂർവം കാത്തിരിക്കുക, ഇനിയും അധികം ദീർഘിക്കുകയില്ല. ഈ വാക്കുകളും അവഗാഢമുള്ള കടാക്ഷവും എൻ്റെ ആത്മാവിനെ അത്യധികം ശക്തിപ്പെടുത്തി. അതിഭീകരമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ധൈര്യവും അതിസ്വാഭാവികമായ ശരണവും എന്നിൽ നിറഞ്ഞു. ദൈവം എന്നോടൊപ്പമുണ്ടെന്നും അവിടുത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഞാൻ പ്രാപ്തയാണെന്നുമുള്ള ഉറച്ച ബോധ്യവും എന്നിൽ രൂപപ്പെട്ടു. ഭൂമിയിലും നരകത്തിലുമുള്ള എല്ലാ ഭീകരശക്തികളും എനിക്കൊന്നുമല്ല. ദൈവനാമത്തിൻ്റെ ശക്തിയുടെ മുൻപിൽ എല്ലാം തകർന്നടിയും. എൻ്റെ ദൈവവും കർത്താവുമായ അങ്ങയുടെ തൃക്കരങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഫലമേൽപ്പിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ ഉത്തമ നിയന്താവേ, അങ്ങയുടെ നിത്യതയിൽ എത്തി നിൽക്കുന്ന ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്നെ നയിക്കണമേ. ക്രാക്കോവ് പ്രാഡ്നിക്, ജനുവരി 1. ഈശോയെ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.